ശ്രീഹരിയം ദശകം 18 പൃഥുചരിതം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ധ്രുവൻ തൻ്റെ കൂലത്തിങ്കൽ അംഗരാജപുത്രനായി ദുഷ്ടനായ വേനൻ എന്ന കുമാരനുണ്ടായി. മകൻ തൻ്റെ ദുഷ്ടതയാൽ മനം നൊന്ത രാജശ്രേഷ്ഠൻ ഭഗവത് പാദങ്ങൾ തേടി കാട്ടിലേക്കു പോയി. ദുഷ്ടനാണ് വേനൻ എന്നാൽ ശക്തനായതു കാരണം പൗരജനം രാജാവായി തിരഞ്ഞെടുത്തു. ശക്തിയാൽ അഹങ്കരിച്ച വേനനോ തൻ കയ്യൂക്കിനാൽ യാഗാദി കർമ്മങ്ങളെല്ലാം നിർത്തലാക്കിച്ചു. തൻ്റെ മുന്നിലെത്തിച്ചേർന്ന മഹർഷീശ്വരന്മാരോടു വേനൻ ചൊല്ലി താനാണല്ലോ ലോകനായകൻ. താപസ സമൂഹത്തിൻ്റെ ശാപത്തിയിൽ വേനരാജൻ താമസമില്ലാതെ വെറും പാറ്റയായി തീർന്നു. അമ്മയാകും സുനിധയാൽ നശിക്കാതെ സൂക്ഷിച്ചോരാ വേനൻ തൻ്റെ മൃതദേഹം കടഞ്ഞ നേരം ഊരുകടഞ്ഞിട്ടു മെല്ലെ കൽമഷങ്ങൾ നീക്കിയിട്ടു കടഞ്ഞു ഭുജത്തിൽ നിന്നും ദേവൻ ജനിച്ചു. പൃഥുവെന്നു വിശ്രുതനായി ഭഗവാനെ അവിടുന്ന് താപസ സമൂഹത്തിൻ്റെ ഉപദേശത്താൽ വേനപീഡ മൂലം സമ്പത്തെല്ലാം ഉള്ളിൽ സംഭരിച്ച ഭൂമിയെത്തൻ വില്ലുകൊണ്ടു നിലയ്ക്കു നിർത്തി. വംശപ്രധാനികളെ നൽപൈക്കിടാങ്ങളാക്കി മാറ്റി പശുരൂപം ധരിച്ചെന്നു ഭൂമിദേവിയും യശസ്സേറും സാധനങ്ങൾ കാറന്നെടുക്കാനായിട്ടു അശാന്തി നാശകാനിയും സൗകര്യമാക്കി. യാഗങ്ങളാൽ തന്നെ യജിക്കുന്നു ഭഗവാനും 100ാമത്തെ അശ്വമേധം ആരംഭിച്ചപ്പോൾ യാഗപ്പശുവിനെ നീചവേഷം കെട്ടിക്കവർന്നോരാ ദേവേന്ദ്രനെ തോൽപ്പിച്ചല്ലോ പൃഥുസൂതനും. കൂടെ കുതിരയെ മോഷ്ടിക്കുന്നോരാ ഇന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കാനായി തീരുമാനിക്കേ ബ്രഹ്മാവെത്തി തടഞ്ഞു യാഗപൂർത്തി കൈവന്നല്ലോ. പൃഥു തന്നെയായ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുദത്തമായിട്ടുള്ള ദൃഢഭക്തി കൊണ്ടു പൃഥു ഗംഗാതീരെ സത്രത്തിങ്കൽ ഇരിക്കും കാലം മുനിമാർക്കു ധർമ്മോപദേശത്തെ കൊടുത്തിടും നേരം മുന്നിൽ കണ്ടു സനകാദി മുനിശ്രേഷ്ഠരെ. സനകാദി മുനിജനം ഉപദേശം ചെയ്ത ജ്ഞാനം പൃഥുവിനെ മോക്ഷമാർഗത്തിങ്കലെത്തിച്ചു. പൃഥുവായി അവതാരം ചെയ്ത ഗുരുവായൂരപ്പ അടിയൻ്റെ രോഗം വേഗം മാറ്റിത്തരണേ. നാരായണ 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 വാതാലയേശ.